ടാരോറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എൻ്റെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം. 3 കാർഡ് സ്പ്രെഡാണ്. എന്നാൽ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കൂട്ടുകാരെ. പാസ്റ്റിലെ കാർഡ് 10 ഓഫ് വാൺസ് എന്നുള്ള കാർഡാണ്. വാൺസുകൾ ഫയർ എലമെൻറ്റിനെ കുറിക്കുന്നതാണ്. അതായത് കുടുംബത്തിൽ പങ്കാളിക്ക് അമിതഭാരം ചുമക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അതേ അനുഭവമായിരിക്കാം. എന്തിലും ഏതിലും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ചുമലിലെ ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരു തോന്നൽ. നമ്മുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ തീർച്ചയായും നമ്മുടെ പങ്കാളിക്ക് ലഭിക്കണം. ഇവിടെ അത് കാണുന്നില്ല. നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ എല്ലാ ഭാരവും ഭാര്യയ്ക്ക് നൽകാതെ കുറച്ചൊക്കെ നിങ്ങളും ഏറ്റെടുക്കുക. മറിച്ച് സ്ത്രീയാണെങ്കിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുക. ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തുക. അത് സുസ്ഥിരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് അതിനു വേണ്ടി വരുന്ന ചെലവുകൾ എത്രയാണ്? റെൻറ്റിനാണെങ്കിൽ അതും നൽകണം. വയസ്സായ രക്ഷകർത്താക്കൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അവരുടെ കാര്യം വളരെ നല്ല രീതിയിൽ നോക്കുകയും വേണം. ഇനി വിവാഹപ്രായമായ മക്കളാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സമ്പാദ്യവും കാണണം. എല്ലാം ഒരാളിൻ്റെ ചുമതലയാണ്. എനിക്ക് ഇതിൽ പങ്കൊന്നുമില്ല എന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. സമാധാനം കൈവരും. പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ടെമ്പറൻസ് എന്ന മേജർ അർക്കാന കാർഡാണ്. ഈ കാർഡ് സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ആന്തരികമായ സൗഖ്യം, ഈശ്വരാധീനം എന്നിവയെയും ഇത് കുറിക്കുന്നുണ്ട്. പങ്കാളികൾ ഒരുമിച്ച് അവരുടെ ജീവിതഭാരങ്ങൾ ഒരുപോലെ പങ്കിട്ടെടുത്ത് മുന്നോട്ട് പോയാൽ ആ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നാണ് പ്രപഞ്ചം നമ്മോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ശാന്തിയും സമാധാനവും പങ്കാളികൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ആ ഭവനങ്ങളിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. വലിയ സമ്പന്നത ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ചൊല്ല് ഇവിടെ അന്വർത്ഥമാകും. അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഡെത്ത് എന്ന മേജർ അർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഡെത്ത് എന്ന് കാണുമ്പോൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പരിണാമത്തിൻ്റെ സൂചനയായി ആണ്. കഴിഞ്ഞുപോയ ബുദ്ധിമുട്ടുകൾ ഒഴിവായി ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഉയർപ്പ്. അതായത് ഒരു പ്യൂപ്പ അവസ്ഥയിൽ നിന്നും ശലഭമായി മാറുന്നതിന് എത്ര വേദനാജനകമാണോ അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു കരകയറ്റം എന്നതാണ് ഇതിലെ സൂചന. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് പരസ്പര വിശ്വാസത്തോടെ ഒരുമിച്ച് നിന്ന് നേരിട്ട് നോക്കൂ. നമ്മുടെ പങ്കാളിയുമൊത്തുള്ള ജീവിതം അതിമനോഹരമാക്കാം. നമുക്കെല്ലാവർക്കും തീർച്ചയായും അതിന് സാധ്യമാകും. ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ ജീവിതഭാരം എന്തു തന്നെ ആയാലും ഒരാൾക്ക് മാത്രം വിട്ടുകൊടുക്കാതെ പങ്കാളികൾ രണ്ടുപേരും ഒരുപോലെ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ താളം തെറ്റാതെ ഒരുപോലെ തുലനം ചെയ്ത് മുന്നോട്ട് പോയാൽ പുതിയൊരു തുടക്കം, ഒരു പരിസമാപ്തി കഴിഞ്ഞുള്ള രൂപാന്തരീകരണം, മാറ്റങ്ങൾ, സന്തോഷം, കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം ഇവയൊക്കെ നമുക്ക് ലഭ്യമാകും. ജീവിതമാകുന്ന പുഷ്പവാടി തളിരിട്ട് സുഗന്ധപുഷ്പങ്ങൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ജഗദീശ്വരനും നമ്മോടൊപ്പം നമുക്ക് വഴികാട്ടുവാൻ ഉണ്ടാകും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.